ഹായ് ഓൾ, എല്ലാവർക്കും ആക്ച്വലി ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. ഞാൻ ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, കാരണം റേറ്റ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഒന്ന് കുറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 lakh ക്രോസ് ചെയ്തു, ഇനി കൂടുന്നല്ലാതെ ചാൻസ് കുറവാണ് കുറയാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ഇൻക്രീസ് ഇൻ പ്രൈസ്. ആദ്യത്തെ സിമ്പിൾ ആണ്, എന്താ അറിയോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. കാരണം സപ്ലൈ ലിമിറ്റഡും ഡിമാൻഡ് ഭയങ്കര ഹൈ ആണ്. കാരണം എക്സ്പേർട്സ് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഓൾമോസ്റ്റ് 2.2 lakh ടൺസ് ഓഫ് ഗോൾഡ് ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത് ഇനി ലെഫ്റ്റ് ഓവർ 50,000 ടൺസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഓബിയസ്ലി കടലിനടിയിൽ ഇൻ സീ ലെവൽ യു ക്യാൻ ഫൈൻഡ് ലോട്ട്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇതിന് ദാറ്റ് ഈസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്താ വളരെ ഹൈ ആണ്. അതുകൊണ്ട് പ്രൈസ് കൂടുന്നല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ഓക്കെ, സെക്കൻഡ് തിങ് പറഞ്ഞ ഗ്ലോബൽ ഇഷ്യൂ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്കണോമി ഭയങ്കര ശാന്തമാണല്ലോ. ഏത് പേപ്പർ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന വാർ വാർ വാർ, ശരിയല്ലേ? ഓക്കെ, അതോടെ എന്ത് സംഭവിച്ചു, ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ മേലെ ട്രസ്റ്റ് ഇല്ല, എസ്പെഷ്യലി US എക്കണോമിന്റെ മേലെ. ഓക്കെ, നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ദാറ്റ് ഈസ് ഡോളറിന്റെ വാല്യൂ എങ്ങോട്ടാ, കീഴ്പോട്ടാ. അതുകൊണ്ട് മുമ്പ് ട്രഷറി ബിൽസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇപ്പൊ ആരും US ഡോളറിന് പ്രിഫർ ചെയ്യുന്നില്ല. ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാ, ഗോൾഡാ. കാരണം ഷെയർ മാർക്കറ്റിനോ ഗവൺമെന്റിനോ ഈ പറഞ്ഞ ഗോൾഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർ കുറച്ചുകൂടി ഏതായിട്ട് തോന്നുന്നുണ്ട്, ഗോൾഡ് സേഫർ ആയിട്ട് തോന്നുന്നുണ്ട്. മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക്സ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾസ് ബാങ്ക് ഇൻ ചൈന ആയിക്കോട്ടെ, നമ്മളെ സ്വന്തം RBI ആയിക്കോട്ടെ, മുമ്പൊക്കെ ഒരുപാട് ഗോൾഡ് എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു. ഇപ്പൊ സിറ്റുവേഷൻ മാറി, കംപ്ലീറ്റ് എന്താ പർച്ചേസ് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ ഈ ബാങ്ക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈസിലി സപ്ലൈ കിട്ടണ്ടേ. നാലാമത്തെ കാര്യമാണ് കൾച്ചർ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഏഷ്യാസിൽ പൊതുവെ കല്യാണം പറഞ്ഞാൽ തന്നെ ഗോൾഡാണ്. ഓക്കെ, അത് നമ്മൾ കൾച്ചറിന്റെ ഭാഗമായി മാറി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ആക്ച്വലി കൂടുതൽ ഗോൾഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് വന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ പറയുക, ആൾക്കാർക്ക് മുമ്പ് ഇതിന്റെ പ്യൂരിറ്റീനെ പറ്റിയിട്ട് ആക്ച്വലി എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് സേഫ് കസ്റ്റഡി, അതൊരു പ്രോബ്ലമേ അല്ല. കാരണം എന്താ, ഡിജിറ്റൽ ഗോൾഡ് അവൈലബിൾ അല്ലേ. അതുകൊണ്ട് എന്താ, സേഫ്റ്റി ഈസ് നെവർ കോംപ്രമൈസ്. അപ്പൊ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ പൊതുവെ അനലിസ്റ്റ് പറയുന്നത് എന്താ അറിയോ, 1 ലക്ഷത്തിലൊന്നും ഇത് നിൽക്കില്ല. അനലിസ്റ്റ് എല്ലാം ഫോർകാസ്റ്റ് ചെയ്യുന്നത് 4 to 5 years ഷുവർ ആയിട്ട് 2 lakh എന്താണ് ക്രോസ് ആവാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. താങ്ക് യു, സ്റ്റേ ട്യൂൺ, സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.